ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്കിനെ പറ്റിയാണ്. ബീട്രൂട്ട് ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്ന സ്ക്രബാണ്. അപ്പോൾ സ്ക്രബിന് വേണ്ടി ഞാൻ ബീട്രൂട്ട് പൗഡർ ഞാൻ ഷോപ്പിലോ സൂപ്പർ മാർക്കറ്റിലോ ആയുർവേദ ഷോപ്പിലോ ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അത് 1.5 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 ടീസ്പൂൺ, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട്. പഞ്ചസാരയും കൂടി നമുക്ക് ഇടുമ്പോൾ സ്ക്രബ് ചെയ്യുന്ന നേരത്ത് നമ്മൾ നല്ല മുഖത്ത് നല്ല ഇത് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാപ്പിപ്പൊടി മസ്റ്റാണല്ലോ. നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഫേസ് നല്ല സ്ക്രബ് ചെയ്യാൻ നേരത്ത് നല്ല സോഫ്റ്റും നല്ല സ്മൂത്തും നല്ല ഇതൊക്കെ ആയിരിക്കും. നമ്മളെ കരുവാൾപ്പും മുഖക്കുരുവും ഒക്കെ നന്നായിട്ട് മാറിക്കിട്ടുന്ന ഒരിതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിപ്പുട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. പുട്ടുപൊടി എടുക്കില്ല, അതിൻ്റെ അകത്ത് കുറച്ച് തരിയൊക്കെ കാണും. അതുകൊണ്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി തന്നെ എടുക്കണം കേട്ടോ. അത് ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കളറ് കിട്ടും. അപ്പം നമുക്ക് ആ കളറിൽ കുറച്ച് മാറ്റമെന്ന് വെച്ചാൽ ബീട്രൂട്ടും കോഫിയും കൂടെ ഉള്ളൊരു കളർ മിക്സ്ഡ് കളറാണ്. അതാണ് പ്രോപ്പർ ബീട്രൂട്ട് കളർ അധികം കിട്ടാത്തത്. അപ്പോൾ അതുകൊണ്ട് ഇതാ മുഖത്തേക്ക് നന്നായിട്ട് ഫേസ് വാഷൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് 2 മിനിറ്റോളം ഇങ്ങനെ സ്ക്രബ് ചെയ്ത് നമ്മൾ ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക കേട്ടോ. അപ്പം നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് മാറ്റമുണ്ട് കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ ഇവിടെ ചെയ്യുന്നത് ഫേസ് വാഷാണ് കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്നത് ബീട്രൂട്ട് ഫേസ് പാക്കാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ 1 ടീസ്പൂൺ ബീട്രൂട്ട് പൗഡറും 1 ടീസ്പൂൺ കോഫി പൗഡറും 1 ടീസ്പൂൺ തേനും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് കട്ട മഞ്ഞളാണ് കേട്ടോ. എന്തോ പറയണത്, കട്ട മഞ്ഞളാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ അതാണ് 1 ടീസ്പൂണോളം ചേർത്ത് കേട്ടോ. അത് നന്നായിട്ട് അതും കുറച്ച് തേനും കുറച്ച് കടലമാവും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്തെടുത്താൽ നന്നായിട്ട് തൈരും ഒക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് മുഖത്തേക്ക് നല്ല മിക്സ് ചെയ്ത ശേഷം നമ്മൾ മുഖത്തേക്ക് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് 25 മിനിറ്റെങ്കിലും പേസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മളെ മുഖത്ത് അത് ഡ്രൈ ആയ ശേഷം നമുക്ക് നമ്മൾ ആ ഫേസിലേക്കുള്ള ഒരു നമ്മൾ ഇപ്പം ഫേസ് പാക്ക് ഇട്ടതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് നമുക്ക് കാരണമാകുന്ന മുഖക്കുരു മാറാനും ചുളിവുകൾ മാറാനും അതുപോലെ തന്നെ പാടുകൾ മാറാനും അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറി നമ്മളെ മുഖത്ത് നല്ല സ്കിൻ നല്ല ബ്രൈറ്റനിങ്ങും ഗ്ലോയിങ്ങും ആക്കി കിട്ടും കേട്ടോ. അപ്പോൾ കറണ്ട് പോയ ശേഷമാണ് അതാണ് അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കഴുകിയപ്പോൾ എൻ്റെ മുഖത്തുണ്ടായ റിസൾട്ടാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ബ്രൈറ്റനിങ്ങും കിട്ടി, നല്ല സ്മൂത്തിങ്, നല്ലൊരു മാറ്റം ഉണ്ടായി കേട്ടോ. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്നത്. എനിക്കത് നല്ല ഗ്ലോ ആയിട്ട് കിട്ടി. നമുക്കിപ്പോൾ ഫംഗ്ഷന് പോയാലും അപ്പം നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ഫേസ് പാക്ക്.